അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമയമായി നമ്മളിങ്ങനെ ഇരുന്ന് ഓരോരുത്തരും പറയുന്നത് സവിസ്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇതൊന്ന് അവസാനിച്ച് ഞങ്ങളുടെ കുട്ടികൾ കടന്നു വരിക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ള അടുത്ത ചിത്രം. തീർച്ചയായും സ്റ്റുഡൻസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഫാത്തിമ ഷിഫ ജീവിതസ്പർശിയായ വിശ്വാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കും. അതുപോലെ തന്നെ സെക്രട്ടറി മിൻഹ ഹബീബ് വിശുദ്ധി തേടുന്ന മനസ്സും ശരീരവും എന്ന വിഷയത്തെക്കുറിച്ചും ഉച്ചക്ക് മുമ്പായിട്ട് നിങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ 12:10 നമ്മളുടെ മുമ്പിൽ. 1 മണിക്കുള്ളിൽ സ്കൂളും കോളേജും ഒക്കെ വിട്ട് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന നിങ്ങളെ കൃത്യമായി ആ 1 മണിയോടുകൂടി അവസാനിപ്പിച്ച് നിങ്ങൾക്ക് ഭക്ഷണം നൽകി നിങ്ങൾക്ക് നമസ്കാരത്തിനുള്ള സൗകര്യം ചെയ്ത് അത് കഴിഞ്ഞ് നിങ്ങളോടൊപ്പമുള്ള ഒരു 8ഓളം കുട്ടികൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ 8ഓളം കുട്ടികൾ നമ്മളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ആ 8-10 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പം ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവരുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള അലി ഷാക്കിർ മുണ്ടേരി നമ്മളുടെ വിശുദ്ധി പെൺമയുടെ അഭിമാനം എന്ന ശീർഷകത്തിൽ നമ്മളോട് അതിൻ്റെ ആ പ്രമേയം വിശദീകരിക്കും. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രഗത്ഭയായ MGMൻ്റെ ജനറൽ സെക്രട്ടറി ഷമീമ ഇസ്ലാഹിയ നമ്മളോട് സമാപന പ്രസംഗം നടത്തും. അത് കഴിഞ്ഞ് ഒരു കൃത്യം 4:30 നമ്മൾക്കെല്ലാവർക്കും പിരിഞ്ഞു പോകണം. അത്തരത്തിലാണ് നമ്മളുടെ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും വളരെ കൃത്യമായി രാവിലെ 10 മണിക്ക് നമ്മൾ ആരംഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി 10 മണിക്ക് നമ്മൾക്ക് തുടങ്ങാൻ കഴിയുന്ന രൂപത്തിൽ പന്തലിനകത്തും ഈ ഹോളിനകത്തും പന്തലിനകത്തും നമ്മൾക്ക് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് നമ്മളുടെ വരാന്തയിലും നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുന്ന വരാന്തയിലും നമ്മളുടെ സഹോദരിമാർ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. എങ്ങനെ നിങ്ങളോട് കടപ്പാട് രേഖപ്പെടുത്തണം എന്നറിയില്ല. വെറും 9 ദിവസത്തെ ഒരു വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മളൊന്ന് വിളിച്ചപ്പോഴേക്കിനും ഈ ദീനിനെക്കുറിച്ച് പഠിക്കാനും ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഞങ്ങളുടെ ജീവിതം എങ്ങനെയാവണം എന്നുള്ളത് ഈ ലോകത്തെ ജീവിതത്തിൻ്റെ ഒരു പൂരിപ്പിക്കൽ എന്നുള്ള തരത്തിൽ വരുന്ന ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്കെന്ത് ലഭ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളെല്ലാവരും നമ്മളൊന്ന് വിളിച്ചപ്പോഴേക്കിനും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ ഞങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഉമ്മമാരെയും അവരുടെ പ്രിയപ്പെട്ട മക്കളെയും മുക്തകണ്ഠം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഇത് നാളെ സ്വർഗത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മരണം ആസന്നമായ ഒരു സമയത്ത് മരണം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമാകുന്ന ഒരു സമയത്ത് സഹാബാക്കളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചു എന്ന് വന്നപ്പോൾ സഹാബാക്കളൊക്കെ തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കാണുവാൻ വേണ്ടി പോവുകയാണ്. ആ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ കാണുവാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ തൻ്റെ പായയിൽ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞെടുത്ത പായയിൽ അദ്ദേഹം ഇങ്ങനെ കിടന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെല്ലുന്ന സഹാബിമാര് ആശ്വസിപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഖാലിദെ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? മരണത്തെ ഭയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മരണത്തെ ഭയന്നത് കൊണ്ടല്ല കരയുന്നത്, മരണം തൊട്ട് മുമ്പിലുണ്ട് എന്നറിയാത്തത് കൊണ്ടുമല്ല, അതുപോലെ തന്നെ മരണം എന്നിൽ ആസന്നമായി എന്നറിഞ്ഞത് കൊണ്ടുമല്ല കരയുന്നത്. പകരം ഓരോ യുദ്ധവേളകളിലും ഓരോ യുദ്ധം നടക്കുമ്പോഴും
അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലം തൊട്ട് അതിനുശേഷമുള്ള നമ്മളുടെ ഖലീഫമാരുടെ കാലത്തുമൊക്കെ ഓരോ യുദ്ധം വരുമ്പോഴും ആ യുദ്ധത്തിൽ കൊടിവാഹകനായി നിന്നുകൊണ്ട്, അതിൻ്റെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട്, അതുപോലെ തന്നെ യുദ്ധത്തെ നയിക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് ഓരോ യുദ്ധത്തിലും ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാവും എന്ന് വിചാരിച്ച് എല്ലാം മറന്നുകൊണ്ട് ഈ വാള് കയ്യിൽ പിടിച്ച് ശത്രുവിനോട് അടരാടുമ്പോൾ ആ ശത്രു സൈന്യത്തിന്റെ മുമ്പിലേക്ക് ഞാൻ വളരെ ആവേശത്തോടുകൂടി കടന്നു ചെല്ലുമ്പോഴൊക്കെ തന്നെ ഈ യുദ്ധത്തിൽ എനിക്ക് മരിക്കണം, എനിക്ക് ഷഹീദാവണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഓരോ യുദ്ധം കഴിയുമ്പോഴും അതിൽ നിന്നൊക്കെ ഷഹീദാവാതെ രക്ഷപ്പെട്ടുകൊണ്ട് യുദ്ധം അവസാനിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു നെരിപ്പോടായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, വല്ലാത്തൊരു വേദനയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സിംഹത്തെ പോലെ, ഒരു പുലിക്കുട്ടിയെ പോലെ ആഞ്ഞു ചാടിയിട്ടും അവിടെ നിന്ന് എനിക്ക് ഷഹീദാവാൻ പറ്റാതെ ഇപ്പൊ ഒരു പൂച്ചയെപ്പോലെ വീട്ടിൽ കിടന്ന് പതുങ്ങി മരിക്കാൻ അതിനാണല്ലോ എനിക്ക് ഭാഗ്യമുണ്ടായത് എന്നാലോചിച്ചുകൊണ്ട്, ആ ഷഹീദിന്റെ കൂലി എനിക്ക് ലഭ്യമാവുന്നില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് എനിക്ക് സങ്കടം വരികയാണ് എന്ന് പറയുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മൾക്ക് പോകണം. ആ പോകുന്നത് വരെയുള്ള ഒരു ജീവിതമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അത് തന്നെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അസ്ഹാബു സൊഫ് എന്ന് പറയുന്ന മദീന പള്ളിയുടെ ഓരത്ത് ടെന്റ് കെട്ടി താമസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടയാളായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ജീവിതത്തിന്റെ അന്ത്യയാമങ്ങൾ അല്ലെങ്കിൽ രാത്രിയെ മൂന്നായി പകുത്തുകൊണ്ട്, മൂന്നായി വീതിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ റസൂലിനെ ചുറ്റിപ്പറ്റി ജീവിക്കുമ്പോൾ റസൂലിന് കിട്ടിയ വഹിയും, അതുപോലെ തന്നെ റസൂല് ആ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃകകൾ, തൻ്റെ വാക്കിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ, തൻ്റെ അംഗീകാരത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃകകൾ, ആ സുന്നത്തുകൾ, ഇതൊക്കെ തന്നെ സ്വായത്തമാക്കാനും അത് ഹിഫുലാക്കാനും അത് മനപ്പാടമാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾക്കായിട്ട് രാത്രിയുടെ ഒരു ഭാഗം മാറ്റിവെക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരല്പസമയം ഉറങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുന്നു. മൂന്നാമത്തെ സമയം എന്ന് പറയുന്നത് രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് തൻ്റെ പാപമോചനത്തിന് വേണ്ടി രാത്രി നേരം പുലരുവോളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തൻ്റെ നമസ്കാരം നിർവഹിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇങ്ങനെ രാത്രിയെ മൂന്നായി പകുത്തുകൊണ്ട് അത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ മഹാനായ ഒരു വ്യക്തി. മാത്രമല്ല, നമ്മൾക്ക് ഓരോ സമയത്തും നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യകൾ പഠിക്കുമ്പോൾ, നമ്മൾ സുന്നത്ത് പഠിക്കുമ്പോൾ, ഹദീസുകൾ നമ്മൾ പഠിക്കുമ്പോൾ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒട്ടുമിക്ക ഹദീസുകളും അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അദ്ദേഹവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊട്ടിക്കരയുകയാണ്. ആ പൊട്ടിക്കരയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ജീവിച്ചു കഴിഞ്ഞു, ഇനി മരണത്തിലേക്കുള്ള ദൂരമുണ്ട്, മരണത്തിലേക്ക് പോകാനുള്ള ദൂരമുണ്ട്, മരണം കഴിഞ്ഞ് ഖബറിലെ ആ ജീവിതമുണ്ട്, ബർസക്കിയായ ജീവിതമുണ്ട്, ഹിസാബുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് എവിടേക്കെത്താൻ, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നമ്മളെ കൊണ്ടുപോകാൻ. അപ്പോ അതിനുശേഷമുള്ള ഈ ജീവിതം എന്ന് പറയുന്നത് അതിവിദൂരത്താണ്, ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള സാദ് അത് കലീലും കുറച്ചാണ്. കൊണ്ടുപോകാനുള്ള നാളെ നമ്മൾക്ക് അവിടേക്ക് എത്തുമ്പോഴേക്കിനും ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ മരിക്കണം, ഖബറിൽ കിടക്കണം, ബർസക്കിയായ ജീവിതം വേണം, ഹിസാബ് വേണം. ആ ഹിസാബും കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോയി നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വേർതിരിക്കുമ്പോഴേക്കിനുള്ള ദൂരം ഒരുപാടാണ്. പക്ഷെ കൊണ്ടുപോകാനുള്ള വസ്തുക്കൾ നമ്മളുടെ കയ്യിൽ കുറവാണ്. സ്വർഗം ലഭ്യമാകുമോ എന്ന് പേടിച്ച് കരയുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളും അദ്ദേഹം ഈ ദീനിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യപ്രകാരം തന്നെ അദ്ദേഹം
അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുഴുവൻ സ്വത്തുക്കളും ദാനം ചെയ്തതും മദീനയിൽ പട്ടിണി കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതും മദീനയിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ മരിച്ചാൽ അതിനുത്തരം ഉമർ പറയേണ്ടി വരും എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പളുങ്കിന്റെ കൊട്ടാരം ഈ ഇസ്രാഹും മിഹ്റാജും കാണിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് നരകവും സ്വർഗവും ഒക്കെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വർഗത്തിൽ വെച്ച് കാണിച്ചു കൊടുക്കുക, വലിയ പന്തലിച്ച ഒരു മരത്തിന്റെ തൊട്ടടുത്തായിട്ട് വലിയ ഒരു കൊട്ടാരം കാണിച്ചു കൊടുക്കുക. ഈ കൊട്ടാരം ആർക്ക് വേണ്ടിയാണ് എന്ന് റസൂല് ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നത് അത് ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയുള്ളതാണ്. തിരിച്ചു വന്നു പള്ളിയിലിരിക്കുന്ന സമയത്ത് തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ തന്നെ സഹാബാക്കളോട് വിശദീകരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു കൊട്ടാരം കണ്ടു, ആ കൊട്ടാരം എന്ന് പറയുന്നത് അത് ഉമറിനുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ അല്പം കോപമുള്ള ആളായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിച്ചാൽ ഉമറിന് അത് തൃപ്തിയാവില്ലേ എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് പ്രവേശിക്കാതെ മടങ്ങി വന്നു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് കൈയുയർത്തി എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അള്ളാഹുവിനെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ താങ്കൾ എനിക്ക് അനുവദിച്ച കൊട്ടാരത്തിൽ കയറിയാൽ എനിക്ക് ഇഷ്ടമാവില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിലിരുന്ന് സുബഹി നമസ്കാരത്തിന്റെ ശേഷം രണ്ട് കൈയും മേലോട്ടുയർത്തി സർവശക്തനായ നാഥനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് റബ്ബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഉറ്റിറ്റി വീഴുന്ന സമയത്ത് സഹാബാക്കൾ ചോദിക്കുന്നു, എന്താണ് ഉമറേ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് എന്ന്. ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാടി വെക്കാനുള്ള സ്ഥലം കിട്ടുമോ എന്ന് ഭയന്നുകൊണ്ട് കരയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കൂടിയ ആളുകൾ അകത്തും പുറത്തുമായി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ബാക്കി നമ്മൾ ജീവിച്ചു തീർക്കുന്നതിന് വേണ്ടി മറ്റൊരു ലോകമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ലോകത്തേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട് നമ്മളുടെ കയ്യിൽ ബാക്കി എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ് നമ്മളുടെ മുമ്പിൽ. നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ അവരുടെ സംസാരത്തിൽ സൂചിപ്പിച്ചു നമ്മൾ ജീവിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല എന്നുള്ളത്. നമ്മളുടെ വീടുകളിൽ നമ്മൾക്ക് ഓരോ സമയത്തും നമ്മൾക്ക് ഡിഗ്രികളുടെ അല്ലെങ്കിൽ നമ്മളുടെ പേരിനോടൊപ്പം ഓരോ കാര്യങ്ങളും നമ്മളുടെ നേടിയെടുത്ത ഡിഗ്രിയുടെ ആ സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് ഓരോ പേരുകൾ നമ്മളുടെ ആ പേരിന് നേരെ നമ്മൾ എഴുതി ചേർക്കുമ്പോൾ അതൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾക്ക് പോകേണ്ടി വരും. അവിടേക്ക് കൊണ്ടുപോകാൻ നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് എന്ത് തന്നു എന്ന് ചോദിക്കുമ്പോൾ അത് സ്വായത്തമാക്കാനുള്ള വേദികളാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഉദ്ദേശിക്കുന്നത്. ആ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിൽ നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. വിശുദ്ധി അത് പെൺമയുടെ അഭിമാനമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി എനിക്ക് ശേഷം അലി ഷാക്കിർ മുണ്ടേരിയും ഷമീമ ഇസ്ലാഹിയെയും ഒക്കെ പറയുന്നത് കൊണ്ട് അവിടേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തിന്റെ നിഖല മേഖലകളിൽ നമ്മൾ ഈ വിശുദ്ധി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വിശ്വാസ വിശുദ്ധി നമ്മളിൽ ഉണ്ടാവണം. ആ വിശ്വാസ വിശുദ്ധി നമ്മളിൽ ഉണ്ടായാലേ ബാക്കിയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരികയുള്ളൂ. ആ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയണം. സാന്ദർഭികമായി ഒന്നുകൂടി സൂചിപ്പിക്കുന്നത്, കലാലയങ്ങളിൽ നിങ്ങളൊക്കെ പോയി ഞങ്ങൾ ഉമ്മമാര് നിങ്ങൾക്ക് ആവശ്യമായ ടിഫിൻ ഒരുക്കി തന്ന് നിങ്ങളുടെ ബാഗ് റെഡിയാക്കി തന്ന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ബാഗിൽ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കി റോഡ് മുറിച്ചു കടക്കുമ്പം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് സ്കൂളിലെത്തിയാൽ കോളേജിലെത്തിയാൽ ക്യാമ്പസിലെത്തിയാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം ആ ഭക്ഷണം മുഴുവനും കഴിക്കാതിരിക്കരുത് എന്നുള്ളതും ഭക്ഷണം മുഴുവനും കഴിക്കണം എന്നുള്ളതും നന്നായി പഠിക്കണം എന്നുള്ളതും ഒക്കെ ഞങ്ങൾ ഉപദേശിച്ചുകൊണ്ട് നിങ്ങളെ വിടുമ്പം പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്ന ഒരു വാക്കുണ്ട്. മോളെ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബെല്ലടിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പള്ളിയിൽ കയറി അല്ലെങ്കിൽ നമസ്കാര റൂമിൽ കയറി ളുഹർ നമസ്കരിക്കാൻ മറക്കരുത് എന്ന് പറയാൻ ഞങ്ങളും മറന്നു പോവുകയാണ്. ആ ഉച്ചനേരത്തെ നമസ്കാരം നമ്മൾക്കില്ല. ഉച്ചനേരത്ത് പലപ്പോഴും നമ്മൾ നമസ്കരിക്കാറില്ല. വൈകുന്നേരം വന്നാലും നമ്മൾക്ക് നമസ്കാരം നമ്മളുടെ മുമ്പിൽ നിന്നൊരല്പം മാറി നിൽക്കുകയാണ്. നമസ്കാരമില്ലാതെ നമ്മൾക്ക് എന്താ നേടാൻ കഴിയുക? നാളെ എന്ന് പറയുന്ന ലോകത്തിലേക്ക് എത്തുമ്പം അവിടെ ചെല്ലുമ്പം നമ്മളുടെ നമസ്കാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമസ്കാരമില്ലാതെ നമ്മൾ പോയി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വേദനയാകും. സ്വർഗം നമ്മൾക്ക് ലഭ്യമാവണം. ഒപ്പം ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ, നമ്മളുടെ മുതിർന്ന ആളുകളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ വേണം.
നമ്മളുടെ ഒപ്പമുള്ള ആളുകളോട് നമ്മൾ ബഹുമാനം കാണിക്കണം, സ്നേഹം കാണിക്കണം. നമ്മളുടെ താഴെയുള്ള കുട്ടികളോട് നമ്മൾ കാരുണ്യം കാണിക്കണം, നല്ല മനസ്സിൻ്റെ ഉടമകളായി മാറണം. നമ്മളുടെ കലാലയങ്ങളിൽ പോകുമ്പോൾ ഉപ്പമാരെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാവരുത്. ഉപ്പമാരെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. മിനിഞ്ഞാന്ന് നമ്മൾ വൈറലായ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഒരു ഉപ്പ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. മുന്ന എന്ന് പറയുന്ന തൻ്റെ 23 വയസ്സ് പ്രായമായ കുട്ടിയുടെ അന്ത്യം ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് ആ ഉപ്പ പറയുന്നുണ്ട്, എൻ്റെ മകൻ, കാണാൻ ഭംഗിയുള്ള സുന്ദരനായ എൻ്റെ മകൻ, 3 കുട്ടികളാണ്, ഒരാണും 2 പെൺകുട്ടികളും. ആ കുട്ടി ചെറുപ്പം മുതൽ ഗെയിമിന് അടിമയായി. ആ ഗെയിം കണ്ടുകൊണ്ട് വളർന്ന് അവന് പുറത്ത് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാത്രിയാണ് അവൻ ജീവിക്കുക, പകൽ മുഴുവനും അവന് കിടന്നുറങ്ങുക. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് അവന് രാത്രി മുഴുവനും ഒറ്റയ്ക്കിരുന്ന് ഗെയിം കണ്ട് അതിൽ ആസ്വാദനം നേടി അതിൻ്റെ പിന്നാലെ പോയി അവസാനം അവൻ മരണത്തെ പുൽകുകയാണ് ഉണ്ടായത്. ഓരോ ഉമ്മമാരും ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കുട്ടികളെ അത്തരത്തിൽ വിടരുത് എന്ന് ഒരു ഉപ്പ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും, രാത്രിയുടെ ഒരുപാട് സമയം കഴിഞ്ഞും ആർക്കാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്, ആരുടെ മെസ്സേജുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്, ആരുടെ ഫോൺ കോളുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളും നെഞ്ചത്ത് കയ്യ് വെച്ചൊന്ന് ചോദിക്കുമ്പോൾ എവിടെ എത്തുന്നു എന്നുള്ളതൊന്ന് ആത്മപരിശോധനക്ക് വിധേയമാകണം. കിടന്നുറങ്ങേണ്ട സമയത്ത് നമ്മൾ കിടന്നുറങ്ങണം, എഴുന്നേൽക്കേണ്ട സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. ഇതൊക്കെ നമ്മൾക്കറിയാമെങ്കിലും നമ്മളുടെ ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ മെസ്സേജും കാത്തിരിക്കുന്ന, അവരുടെ ഫോണ് കാത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുടെ ലോകം മുന്നോട്ടും കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിനിടയിലേക്ക് ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തണമെന്ന് നമ്മൾ രാവും പകലുമില്ലാതെ പ്രഖ്യാപിക്കുമ്പോഴും നമ്മളുടെ വീട്ടകങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശമായ പ്രവണതകൾ തുടച്ചു നീക്കാൻ നമ്മൾക്ക് കഴിയാത്ത രൂപത്തിൽ നമ്മൾ അതിന് അഡിക്റ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ മാറ്റണം. ഒപ്പം നമ്മളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഉള്ള മനസ്സ് നമ്മൾക്കുണ്ടാവണം. എന്തിനാ ജീവിതം എന്ന് ചോദിക്കുമ്പം അല്ലദീ ഖലഖൽ ഹയാത്ത് മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുഹും അഹ്സനു അമല എന്ന് നമ്മളെ പഠിപ്പിച്ചു. ഈ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് മരണത്തെയും ജീവിതത്തെയും വേർതിരിച്ചു തരുന്ന അതിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പം മരണവും ജീവിതവും നമ്മൾക്ക് രണ്ടായി വേർതിരിച്ചു തരുമ്പം നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ നമ്മൾക്ക് പരിശുദ്ധ ഖുർആൻ നമ്മളോട് വ്യക്തമാക്കി തരുമ്പം ആ രൂപത്തിലേക്ക് നമ്മളുടെ ജീവിതം മാറണ്ടേ? അത് മാറ്റാൻ നമ്മൾക്ക് കഴിയുന്നില്ല. മാതാക്കളെ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല, കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല, ഉപ്പയെ അനുസരിക്കാൻ നമ്മൾക്ക് കഴിയുന്നില്ല. നമ്മൾ ഇപ്പൊ അടുത്ത ദിവസം നമ്മളുടെ ഒരു സഹോദരി, അവളുടെ കല്യാണം, അവൾ തന്നെ കണ്ടെത്തിയ കല്യാണം, അവസാനം അത് നമ്മൾക്ക് നടത്തി കൊടുക്കാൻ ഒരു സാഹചര്യത്തിലും പറ്റാത്ത ഒരു വിഷയം വരുമ്പോൾ ആ പെൺകുട്ടി തുറന്നു പറയുന്നത്, 5 വർഷമായി ഞാനും അവനും തമ്മിൽ പ്രണയമായിട്ട്, പ്രണയത്തെക്കുറിച്ചും പൂർവ്വകാല പ്രണയങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ സൂചിപ്പിക്കും. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി 90-ലധികം പദങ്ങൾ സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പറയുമ്പോൾ മവദ്ദത്ത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ മവദ്ദത്താണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്, നമ്മളുടെ വിവാഹ ശേഷമാണ് എന്നുള്ളതും നമ്മൾക്കറിയാം. പക്ഷേ ഈ പെൺകുട്ടി സ്വന്തം ഉമ്മയോടും ഉപ്പയോടും വളരെ കൃത്യമായിട്ട് പറയുന്നത്, 5 വർഷമായി ഞാൻ ആ ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലായിട്ട് എനിക്കവനെ മറക്കാൻ കഴിയില്ല എന്നുള്ളത്. 23 വർഷമായിട്ട് നമ്മൾ പിറന്നു വീണ അന്ന് മുതൽ, നമ്മളുടെ ആ പിറന്നു വീണ് നമ്മളുടെ കൈകളിലേക്ക് കുട്ടികളെ കിട്ടുന്ന അന്ന് മുതൽ നമ്മളുടെ മാറിടത്തിൽ നിന്നൊഴുകുന്ന മുലപ്പാല് കൊടുത്ത് കൈയാണോ വളരുന്നത് കാലാണോ വളരുന്നത് എന്ന് നോക്കി നമ്മൾ വളർത്തി ഉണ്ടാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ് ഞങ്ങൾക്ക് മുമ്പിലിരിക്കുന്നത്. നിങ്ങളെ 10-22 വർഷം ഞങ്ങൾ പാലും അതുപോലെ തന്നെ തേനും തന്ന് നിങ്ങളെ വളർത്തി വലുതാക്കിയപ്പോൾ ആ 23 വർഷക്കാലം ഞങ്ങൾ നൽകിയ സ്നേഹത്തെക്കുറിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാന്ത്വനത്തെക്കുറിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സമാധാനത്തെക്കുറിച്ച് ഈ 5 വർഷത്തെ സ്നേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ പാടെ മറന്നുപോയി. ഉപദേശിക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്തതല്ല. സാധാരണ പെൺകുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഉപദേശങ്ങൾ കേട്ട് മടുത്തു എന്നുള്ളത്. ഉപദേശിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിങ്ങൾ ഗർഭം ചുമന്ന് കൊണ്ടു നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഗർഭം ചുമന്ന് പ്രയാസപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഗർഭത്തിന്റെ വാടക നിങ്ങൾക്ക് എത്ര വേണം എന്ന് ചോദിച്ച് ബ്ലാങ്ക് ചെക്ക് എഴുതി ഉമ്മമാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന മക്കൾ നമ്മളുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് അതിശയോക്തിക്ക് വേണ്ടിയോ ആലങ്കാരികതയ്ക്ക് വേണ്ടിയോ അല്ല. ആ മക്കൾ
നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ കൊണ്ടു നടന്ന സമയത്ത് ഒരു കല്ല് 2 കിലോ ഭാരമുള്ള ഒരു കല്ല് വയറ്റത്ത് കെട്ടിവെച്ച് ഒരു 2 മണിക്കൂർ ഈ VIP ഹാളിന്റെ പുറത്ത് ഇറങ്ങി നിങ്ങളൊന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാ കഴിയ 2 മണിക്കൂർ നടക്കാൻ? 500 ഗ്രാമും അതുപോലെ തന്നെ 1 കിലോയും 1.5 കിലോയും 2 കിലോയും 2.5യും 3ഉമായിട്ട് 9 മാസവും 10 ദിവസവും ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, വെള്ളം കുടിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ഭക്ഷണം ഒന്ന് വായിലേക്ക് വെക്കുമ്പം അതിന് രുചിയില്ലാതെ ഞങ്ങൾ ആ ഭക്ഷണം മാറ്റിവെച്ച് അവിടെ പോയി ഒരു തുള്ളി വെള്ളം കുടിച്ച് അവിടെ പോയി ഇരിക്കാം. അതുപോലെ തന്നെ കിതപ്പും പ്രയാസവും അനുഭവപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം തള്ളി നീക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ ഇരിക്കുന്ന കുട്ടികളുടെ ഉമ്മമാരിൽ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഗർഭകാലത്ത് ഡോക്ടർ വിശ്രമം പറയുമ്പം തല മേലേക്കാക്കിയിട്ട് തല താഴേക്കാക്കിയിട്ട് ആ കട്ടിലിന്റെ തലക്കൽ 2 ഭാഗത്തും കാലിന്റെ ഭാഗത്ത് ഇഷ്ടിക വെച്ച് ഉയർത്തിയിട്ട് തല താഴേക്കും കാല് മേലേക്കുമായി കിടക്കുന്ന ഉമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് നല്ല പോലെ കിടക്കണം എന്ന് തോന്നിയാൽ അതിന് പോലും പറ്റാത്ത ഒരവസ്ഥ. ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മളുടെ പ്രസവം കഴിയുമ്പം സിസേറിയനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഒന്ന് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് നേരെ പോലെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് നല്ല പോലെ കിടക്കണം എന്ന് വിചാരിച്ചാൽ ഏത് ഭാഗത്തേക്കും തിരിഞ്ഞു കിടക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഞങ്ങൾ പോറ്റി വളർത്തിയ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഞങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ട ചെറുപ്പക്കാരൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ കണ്ണീരിലാഴ്ത്തിയിട്ട് ഞങ്ങൾ ഉമ്മമാരും ഉപ്പമാരും നിങ്ങളുടെ പിന്നാലെ നടക്കുമ്പോൾ കോടതി വരാന്തയിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കോടതി വരാന്തയിൽ ബോധം കിട്ട് വീഴുന്ന ഉമ്മമാരുടെയും ഉപ്പമാരുടെയും എണ്ണം കുറവല്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത്, ജീവിതത്തിന്റെ നിഖല മേഖലകളിൽ ഏത് മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും അവിടെയൊക്കെ എന്നെ റബ്ബ് കാണും എന്നുള്ള ഒരു പേടിയോടുകൂടി, ആരും കണ്ടിട്ടില്ലെങ്കിലും ആരും കേട്ടിട്ടില്ലെങ്കിലും ആരും എന്നെ ഒളിഞ്ഞു നോക്കുന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ റബ്ബ് കാണും എന്നുള്ള ഭീതി, ആ പേടി നമ്മൾക്ക് വേണം. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അവന്റെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി ആ സ്ത്രീയെ ഒരുക്കി കൊണ്ടുവന്നപ്പോൾ, വ്യഭിചരിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ ഒരുക്കി കൊണ്ടുവന്നു. ആ സ്ത്രീ ആ റൂമിൽ അവരുടെ വീട്ടിലേക്ക് കയറി ആ വീട്ടിന്റെ വാതിലുകളൊക്കെ അടക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവളെ പ്രേരിപ്പിക്കുമ്പോൾ എല്ലാ വാതിലുകളും അവൾ അടച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിന്നിട്ട് ആ സ്ത്രീ പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ വാതിലുകളും ഞാൻ അടച്ചു കഴിഞ്ഞു, പക്ഷേ ഒരു വാതിൽ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല, ഒരു വാതിൽ മാത്രം എനിക്ക് കടക്കാൻ പറ്റുന്നില്ല. ഞാൻ അനന്ത വിഹായസിലേക്ക് കണ്ണ് നട്ടു നോക്കുമ്പം ഈ മുകളിൽ കാണുന്ന ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ നോട്ടത്തെ ആകാശമാകുന്ന വാതിലിനെ എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്നെ കാണുന്ന റബ്ബിന്റെ കണ്ണടക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്ന് ഈ ചെറുപ്പക്കാരൻ ഓതിക്കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടത്തെയും ഹൃദയത്തിന്റെ അന്തരാളത്തിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യത്തെയും പടച്ച തമ്പുരാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയെ വെറുതെ വിട്ട ചെറുപ്പക്കാരന്റെ ചരിത്രം നമ്മളുടെ മുമ്പിലുണ്ട്. നമ്മൾ ആനന്ദ വിഹായസിലേക്ക് കണ്ണു നടുമ്പോൾ ആ ആകാശത്തിന്റെ വാതിലടക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. നമ്മൾ കാണുന്ന റബ്ബുണ്ട്, ആ റബ്ബ് കാണും. റബ്ബിനെ ഓർത്തുകൊണ്ട് ആ പടച്ച തമ്പുരാനിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിച്ചു മുന്നേറാൻ, വിശുദ്ധി ജീവിതത്തിലുടനീളം വിശുദ്ധി കാത്ത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല സദസ്സിന് എല്ലാ തരത്തിലും നിങ്ങൾ സഹായിച്ചതിന്, നിങ്ങൾ സഹകരിച്ചതിന്, ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ഈ 10,000 ആളുകൾ നമ്മളുടെ ഇന്നത്തെ ഈ സദസ്സിലുണ്ട്. 5000-ത്തിലധികം വരുന്ന ആളുകൾക്ക് ഇന്ന് നമ്മളുടെ രാവിലത്തെ ചായയും പലഹാരവും ഒരുക്കി തന്നത്, ഉച്ചക്ക് നമ്മൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കി തന്നത് മലപ്പുറം ഈസ്റ്റ് ജില്ലയും മലപ്പുറം വെസ്റ്റ് ജില്ലയും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് നമ്മൾക്ക് ഭക്ഷണം ഒരുക്കി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രൂപത്തിൽ നമ്മൾ
നമ്മൾക്ക് സംവിധാനിച്ചു തന്നത് ഇവിടുത്തെ KNM-ന്റെ ആളുകളാണ്. ഒരുപാട് യോഗങ്ങൾ ഇതിനു വേണ്ടി ചേർന്നു. ഇവിടുത്തെ KNM-ന്റെ ആളുകൾ ISM-നെയും MSM-നെയും MGM-നെയും ഒക്കെ തുടർച്ചയായി വിളിച്ച് ഒറ്റക്കും സംയുക്തമായിട്ടും ഒക്കെ യോഗം ചേർന്ന് നമ്മൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട KNM-ന്റെ ആളുകൾ, ഇവർക്ക് രണ്ടു കൂട്ടർക്കും പടച്ച തമ്പുരാൻ അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ഇരിക്കുന്ന ആളുകൾ MGM-ന്റെ വലിയ ഒരു കൂട്ടമാണ്. ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി ആർക്കും ഒന്നും പറയാനില്ലാത്ത രൂപത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ എടുത്ത് മുഷാവറ ചെയ്ത് കാര്യങ്ങൾ കൂടിയാലോചിച്ച് മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളത് ഒന്നിച്ചിരുന്ന് കൂട്ടമായി ചിന്തിച്ച് ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ ഒരു സംവിധാനത്തിന് വേണ്ടി രൂപം കൊടുത്തപ്പോഴാണ് ഇത്തരത്തിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളെ ഇവിടെ എത്തിച്ചേർക്കുന്നതിന് വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ കൂടെ സഹകരിച്ച് നിങ്ങളോടൊപ്പം വന്ന ഓരോ മണ്ഡലത്തിലെയും MGM-ന്റെ പ്രവർത്തകരെ, ഈ ജില്ലാ ഭാരവാഹികളെ, അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളെ, എല്ലാവരോടും നിങ്ങളുടെ MGM-ന്റെ പ്രസിഡന്റ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ എന്നുള്ള നിലക്ക് നിങ്ങളോടെല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇത് വലിയൊരു സന്ദേശമാവട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.